നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ CPM-നും ഇടതുപക്ഷത്തിനും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ജനമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അവർ ഒരു സ്വയം പരിശോധന നടത്തേണ്ടതുണ്ട്, തെറ്റുകൾ കണ്ടെത്തി തിരുത്തേണ്ടതുമുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം, എവിടെയൊക്കെയാണ് പിഴച്ചത്, ആരൊക്കെയാണ് അതിന് ഉത്തരവാദികളായിട്ടുള്ളത് എന്ന നിർണായകമായ ചോദ്യത്തിലേക്ക് ഈ പറയുന്ന സമിതിയുടെ ചർച്ചകൾ എത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്. നോക്കൂ, ഇപ്പോൾ സർക്കാരിനെതിരായിട്ടൊരു തരംഗമുണ്ടായിരുന്നുവെന്നും ഭരണത്തിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നും വിലയിരുത്താനായിട്ട് CPM-ന്റെ സംസ്ഥാന സമിതി കൂടേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല, ശരിയാണ്, അതൊരു വിഭാഗത്തെ എതിരാക്കും. അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല, അതൊരു വലിയ വിഭാഗത്തെ എതിരാക്കും. അതേപോലെ തന്നെ ആവശ്യത്തിന് മരുന്നുകൾ ആശുപത്രികളിൽ ഉണ്ടായിരുന്നില്ല, വലിയ ജനവിഭാഗത്തെ അത് എതിരാക്കും. ഇതൊക്കെ ഭരണരംഗത്ത് സംഭവിച്ച വീഴ്ചകളാണെന്നും അതെല്ലാം തന്നെ സർക്കാരിനെ ജനവിരുദ്ധമാക്കിയെന്നും കണ്ടെത്തുന്നതിന് വലിയ ചർച്ചകളുടെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ സർക്കാർ വീഴ്ചകൾക്കപ്പുറം ജനങ്ങളുടെ ബോധത്തിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇംപ്രഷനുണ്ട്. ആ ഇംപ്രഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അതായത് ഈ സർക്കാരിനെ സംബന്ധിച്ചൊരു പ്രതിച്ഛായ ജനങ്ങൾക്കിടയിൽ രൂഢമൂലമായിരിക്കുന്നു. ആ പ്രതിച്ഛായയുടെ നിർമ്മാണത്തിന് ഉത്തരവാദികൾ ആരാണ് എന്ന ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ശരിയായ ഉത്തരങ്ങളിലേക്കും നിങ്ങൾക്ക് എത്താൻ കഴിയുക. അപ്പോൾ മാത്രമാണ് തിരുത്തൽ പ്രക്രിയ നടക്കുക. നോക്കൂ, ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യം പറയുന്നു, ശരിയാണ്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധമായിരുന്നല്ലോ ഈ അന്നക്കുട്ടിയുടെയും മറിയക്കുട്ടിയുടെയും പ്രതിഷേധം എന്ന് പറയുന്നത്. ആ മറിയക്കുട്ടിയെ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഈ പറയുന്ന ഇപ്പോൾ CPM വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പോരാളി ഷാജിമാർ ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്? അല്ലെ, ചട്ടിമറിയ എന്നൊക്കെയാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, ദേശാഭിമാനി തന്നെ എന്താണ് മറിയക്കുട്ടിയെക്കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചത്? അവർക്ക് സ്വത്തുണ്ടെന്ന് പറഞ്ഞ മകൾക്ക് സമ്പത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അവർക്ക് അതിനെതിരെ നടപടിയെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തവർക്കെതിരെ പാർട്ടിക്ക് നടപടി എടുക്കേണ്ടി വന്നു. ഇത് ഉണ്ടാക്കുന്ന ഇംപ്രഷൻ എന്താണ്? ഈ പറയുന്ന ക്ഷേമ പെൻഷൻ കിട്ടാത്തൊരു വിഭാഗത്തിൻ്റെ ഇടയിൽ മാത്രമല്ല ഇത് പ്രതിഷേധം ഉണ്ടാക്കുക, ഇത് സമൂഹത്തിൽ മൊത്തത്തിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാത്ത സാഹചര്യം, അതേപോലെ തന്നെ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യം, ഇതൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു വലിയ ബസ്സിൽ സംസ്ഥാനത്തുടനീളം മന്ത്രിസഭ യാത്ര ചെയ്തത്. ഈ പറയുന്ന മന്ത്രിസഭാ യാത്രയുടെ 4ാമത്തെ ദിവസം കല്ലയാശ്ശേരിയിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് പോകും വഴി പഴയങ്ങാടിയിൽ സംഭവിച്ചത് എന്താണ്? അവിടെ ഏതാനും കുട്ടികൾ ഈ പറയുന്ന കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ അവിടെ ഒരു പൂച്ചട്ടി പ്രയോഗം നടക്കുകയാണ്. പൂച്ചട്ടി പ്രയോഗം നടക്കുന്നത് കേരളം മൊത്തത്തിൽ കണ്ടല്ലോ. അതിനുശേഷം മുഖ്യമന്ത്രി പറയുന്ന കാര്യം എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞത് മാതൃകാപരമായ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടന്നതെന്നാണ്. നോക്കൂ, ഇതാണ് പ്രശ്നം. ഇത് ഈ നാട്ടിലെ എല്ലാ ചാനലുകളും ഈ പറയുന്ന തലയ്ക്ക് പൂച്ചട്ടി വെച്ച് അടിക്കുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലയാളികളെ കളിയാക്കുന്നതിന് തുല്യമല്ലേ വന്നു നിന്നിട്ട് മാതൃകാപരമായ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അവിടെ നടന്നതെന്ന് പറയുമ്പോൾ മനുഷ്യരെ പരിഹസിക്കുകയാണ്. ആ രീതിയിൽ നമ്മുടെ കോമൺ സെൻസിനെ ചോദ്യം ചെയ്യുകയാണ്. അതൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ പൂച്ചട്ടി പ്രയോഗത്തെക്കാൾ അപകടം ചെയ്തു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നീട് ഇങ്ങോട്ട് എന്താ സംഭവിച്ചത്? DYFI അത് ഏറ്റെടുക്കുകയാണ്. ഈ പറയുന്ന യാത്രയുടെ സുരക്ഷാ ചുമതല DYFI ഏറ്റെടുക്കുന്നു. പിന്നെ എത്ര സംഘർഷങ്ങൾക്കാണ് ഈ പറയുന്ന മന്ത്രിസഭയുടെ യാത്ര വഴിവെച്ചത്? അവസാനം ഗൺമാൻ്റെ പ്രയോഗം വരെ ഉണ്ടായില്ലേ? ഇതെല്ലാം ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ശൈലിയാണ് പ്രശ്നം എന്നൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ്. ഇപ്പം മൈക്ക് കേടാകുമ്പോൾ കേസെടുക്കുന്നു. എന്നിട്ട് പിന്നെ കേരളം കാണുന്ന ചിത്രം എന്താണ്? ഈ പറയുന്ന പാവപ്പെട്ട മൈക്കുകാരനും അയാളുടെ ആംപ്ലിഫയറും ബോക്സും ഒക്കെ ആയിട്ട് വന്ന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നൊരു ചിത്രമാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ധാർഷ്ട്യത്തിൻ്റെ പ്രശ്നമായിട്ട് വരുന്നു. ഏറ്റവും അവസാനം വിവരദോഷി എന്ന പ്രയോഗം പോലും എത്രത്തോളം നെഗറ്റീവായൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. അപ്പം ഇത് ഇവിടെ മാത്രമായിട്ട് നിൽക്കുന്നില്ലെന്നേ. ഇത് പിന്നെ ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് ഈ ഭരണ തുടർച്ചയുടെ ഒരു കുഴപ്പം അതാണല്ലോ. പിന്നീട് അങ്ങോട്ടേക്ക് ഈ മുകളിൽ ഒന്നും തുടങ്ങി താഴേക്ക് വരെ ധാർഷ്ട്യമാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മുടെ നാട്ടിൽ ക്രമസമാധാനം നിലവിലുള്ളത് എന്തുകൊണ്ടാണ്? പോലീസ് ഫോഴ്സ് ഉള്ളതുകൊണ്ടാണല്ലോ. ആ പോലീസുകാർ രാത്രിയിൽ ഈ നാട്ടിലുടനീളം റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാം സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും സമൂഹത്തിൽ ഈ പറയുന്ന പോലീസുകാരോടൊരു സ്നേഹം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഫോഴ്സിനോടൊരു സ്നേഹം ഉണ്ടായിട്ടുണ്ടോ? അവരൊരു ജനപ്രിയമായ ഫോഴ്സാണോ? അല്ല. കാരണം എന്താ? അവരുടെ അധികാരപ്രയോഗമാണ് പ്രശ്നം. ആ അധികാരപ്രയോഗമാണ് അവർ നമുക്ക് വേണ്ടി കണ്ണിമ ചിമ്മാതെ കാവൽ നിൽക്കുമ്പോഴും നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന ഇംപ്രഷൻ എന്താണ്? അവരോടൊരു ഐക്യപ്പെടൽ സാധ്യമേ അല്ല എന്ന് പറയുന്നതാണ്. കാരണം ഈ അധികാരം പ്രയോഗിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ രാജവാഴ്ചയുടെ കാലത്തോ ഫ്യൂഡൽ കാലത്തോ ഒന്നും അല്ലല്ലോ പിന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ആരും ഒരു പ്രത്യേക പരീക്ഷ എഴുതി പാസ്സായിട്ടല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ MLA-മാരോ MP-മാരോ ആകുന്നത്. അവരൊക്കെ ഈ ജനങ്ങളുടെ വോട്ട് നേടിയിട്ടാണ് അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും അവർ വലിയ വിനയമുള്ളവരായിരിക്കണം. അവർക്കൊരു ധാർഷ്ട്യവും കാണിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനകത്ത് വരുന്ന വീഴ്ചയോ, അല്ലെങ്കിൽ അവശ്യ മരുന്നുകൾ ലഭ്യമാക്കുന്നതിൽ വീഴ്ചയോ, അവശ്യ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിൽ വരുന്ന വീഴ്ചയോക്കാളും ഒക്കെ അപ്പുറത്ത് ജനങ്ങളുടെ ബോധത്തിൽ നിങ്ങളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തന രീതി കൊണ്ട്. ആ ഇംപ്രഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന കഴിഞ്ഞ കുറേ നാളുകളായിട്ട് DYFI എത്ര പോലീസ് സ്റ്റേഷനുകൾ കയറി പിന്നെ ഉപരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും
നമുക്കറിയാമല്ലോ തിരുവനന്തപുരത്ത് പേട്ടയിൽ നടന്നൊരു സംഭവം എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തകൻ്റെ ഹെൽമെറ്റ് ഇല്ലാത്തതിന് പിഴ അടച്ചതിൻ്റെ പേരിൽ അവിടെ പോയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ. ഇതൊക്കെ ദൃശ്യമാധ്യമങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൃശ്യമാധ്യമം വേണമെന്നേ അവിടെ നിൽക്കുന്ന ആളുകൾ മൊബൈലെടുത്ത് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ ചാലക്കുടിയിൽ ITIയുടെ വിജയം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയ SFIക്കാർ പോലീസിൻ്റെ ജീപ്പ് തല്ലി പൊളിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ഏരിയ സെക്രട്ടറി അറസ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സിദ്ധാർത്ഥൻ്റെ കൊലപാതകം എന്ന് പറയുന്ന ഒരു ചെറിയ പ്രശ്നം. ഇതെന്താ അറിയോ, നിങ്ങൾ മോളിൽ ഇരുന്നുകൊണ്ട് ഇത്തരം ധാർഷ്ട്യങ്ങൾ കാണിച്ചാൽ അത് വളരെ പെട്ടെന്ന് താഴത്തേക്ക് പടരും. വളരെ പെട്ടെന്നാണ് അത് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുക. സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഇത് അവിടുത്തെ SFI പ്രവർത്തകരല്ലേ, അവർക്ക് എങ്ങനെയാണ് ഒരു വിചാരണയൊക്കെ നടത്തി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്? അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ കരുവന്നൂർ പോലൊരു സംഭവം, ഈ കരുവന്നൂർ പോലൊരു സംഭവത്തിനകത്തൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞ കണക്ക് എത്രയോ കാലമായിട്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് എൻ്റെ നേതൃത്വത്തിലിരിക്കുന്നത് CPM ആണ്. അവിടെ CPMന് പൂർണ്ണമായും നിയന്ത്രണാധികാരമുള്ളൊരു സഹകരണ ബാങ്കാണത്. അവിടെ നടന്നുകൊണ്ടിരുന്ന ആ അഴിമതികളെ തുറന്നു കാണിക്കുകയും അതിനെ സ്വയം വിമർശനപരമായി നോക്കിക്കാണുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം അതിനെ ഇങ്ങനെ മൂടിക്കൊണ്ട് അതിനെ എപ്പോഴും അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ ഒരു പാർട്ടിയുടെ പരിമിതിയും പരാധീനതയുമായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു തുറന്ന സമൂഹത്തിലാണെന്ന് മനസ്സിലാക്കാം. ആ തുറന്ന സമൂഹത്തിൽ നിങ്ങൾക്ക് പലതും എളുപ്പത്തിൽ മറച്ചു വയ്ക്കാൻ കഴിയില്ല. അതെല്ലാം വളരെ പെട്ടെന്ന് വെളിപ്പെടും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനനുസരിച്ച് നമ്മളും വിശാല മനസ്സോടുകൂടി ഈ കാര്യങ്ങളെ സമീപിക്കുകയും പറയുകയും ഒക്കെ വേണം, തുറന്നു പറയുകയും ഒക്കെ വേണം. അപ്പോൾ ഈ കരുവന്നൂർ പോലുള്ള പ്രശ്നം, എക്സാലോജിക്ക് പോലുള്ള പ്രശ്നം, ഇതൊക്കെ ഇംപ്രഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ വളരെ ലളിതമായി അവശ്യ സാധനങ്ങൾ കൊടുത്തില്ല, അതുകൊണ്ട് തോറ്റു. ക്ഷേമ പെൻഷൻ കൊടുത്തില്ല, അതുകൊണ്ട് തോറ്റു. ലൈഫ് മിഷൻ പദ്ധതികൾ കൊടുത്തില്ല, അതുകൊണ്ട് തോറ്റു. അവശ്യ മരുന്നുകൾ ലഭ്യമാക്കിയില്ല, അതുകൊണ്ട് തോറ്റു. ഈ രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ പാർട്ടി, അതായത് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും ഈ സർക്കാരിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളും ജനങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. അത് ഇത്തരത്തിലുള്ള സാങ്കേതികമായ കാര്യങ്ങൾ വെച്ചിട്ട് അവസാനിപ്പിക്കും. അങ്ങനെ അവസാനിപ്പിക്കാനാണ് ഈ സമിതി കൂടുന്നതെങ്കിൽ പ്രത്യേകിച്ചൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ നിലപാട്. അതേസമയം ഈ പറയുന്ന കൃത്യമായ ആർക്കൊക്കെ എവിടെയൊക്കെ വീഴ്ചകൾ വന്നിരിക്കുന്നു, ആരുടെ പ്രവർത്തന ശൈലിയാണ് എതിരായൊരു ജനവികാരം ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെ ബോധ്യപ്പെടുകയും അത് തുറന്ന് സംസാരിക്കുകയും അതിനെ തിരുത്തുകയും ചെയ്തില്ലെങ്കിൽ ഈ പാർട്ടിക്ക്, ഈ സർക്കാരിന് ഒരു ജനകീയ സർക്കാരായോ ഒരു ജനകീയ പാർട്ടിയായോ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് മുതലാക്കാൻ മറ്റു പലരും വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം വിമർശനം നടത്തി സ്വയം ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് നിങ്ങൾ ജനങ്ങളോട് തുറന്നു പറയേണ്ടതുണ്ട്. ആ അർത്ഥത്തിലുള്ള ഒരു കറക്ഷനാണ് നടത്തേണ്ടത്. അത് അനിവാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. Meet the editors.